അപ്പോൾ എല്ലാവർക്കും വില്ലേജ് ജീനിയസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒന്നും ചെയ്യുന്നില്ല, കാരണം വേറൊന്നുമല്ല, മഴയാണ്. ഞാൻ ഈ നിൽക്കുന്ന ഇടം കണ്ടില്ലേ, ഇതൊരു പഴയ കെട്ടിടമാണ്. അപ്പോൾ ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ടാണ്, മഴയുണ്ട്, ലോക്ക്ഡൗൺ ഉണ്ട്, കറണ്ടിൽ അങ്ങനെ ഒത്ത വിഷയമുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഒരുപാട് പേര് കമന്റ് ബോക്സിൽ ചോദിച്ചൊരു കാര്യമാണ് ഓഫ് റോഡ് താറിന്റെ, അതായത് നമ്മൾ മോഡിഫൈ ചെയ്യുന്ന ടോയ് കാർ. നമ്മൾ പല പാർട്സ് വെച്ചിട്ടൊരു കാർ ചെയ്യുന്ന കാര്യം അറിയാലോ, കാറില്ലാതെ താർ ചെയ്യുന്ന കാര്യം അറിയാലോ. അപ്പം അതിന്റെ അപ്ഡേറ്റുകൾ എന്താണെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യണം. അപ്പോൾ കൂടുതൽ ആഗ്രഹിക്കുന്നില്ല, നേരെ മേക്കും വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് താറ് കാണിച്ചു തരാം, ഞാൻ എവിടം വരെ വർക്ക് എത്തിയിട്ടുണ്ടെന്ന്. ഗൈസ്, ഇതാണ് ഓക്കെ, ഇതാണ് നിങ്ങൾ കാണാൻ പോകുന്ന വണ്ടിയുടെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ നേരത്തെ കണ്ടതിനേക്കാൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ വർക്ക് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ എൻ്റെ ഉണ്ടായിരുന്നു ഗൈസ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഫോണിന്റെ പാസ്വേഡ്, അതായത് പാറ്റേൺ ലോക്ക് ഹാങ് ആയിട്ട് ഫോൺ റീസ്റ്റോർ ചെയ്ത് പുതിയ ഫോൺ പോലെ. അപ്പം ഞാൻ എടുത്തു വെച്ച ഒരുപാട് പ്രഷ്യസ് ആയിട്ടുള്ള വിഷ്വൽസ് എനിക്ക് നഷ്ടമായി. അതായത് ഇതിന്റെ സസ്പെൻഷൻ ചെയ്തത്, പിന്നെ സ്റ്റിയറിംഗ് സിസ്റ്റം ചെയ്തത്, ലൈറ്റിങ്, ടോപ്പ് ബോക്സ് ഒക്കെ ചെയ്തതൊക്കെ എനിക്ക് നഷ്ടമായി ഗൈസ്. പക്ഷേ ഞാനതെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം, കാരണം എനിക്ക് അത്രയല്ലേ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഐ എം സോറി ഗൈസ്, ഐ എം സോറി. അപ്പം അതെല്ലാം വിട്ടേക്കാം. നമുക്ക് നേരെ നമ്മുടെ ആ ഒരു വർക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ട് വന്ന രീതി നമുക്ക് വിട്ടുപോരും. ഓക്കെ, നമുക്കത് നോക്കാം. അപ്പോൾ ഇതൊരു ടോപ്പ് ബോക്സ് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഓക്കെ, ടോപ്പ് ബോക്സ് എങ്ങനെയാണ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു തരാം. നമ്മുടെ കണ്ണാടിയുടെ കേസിംഗ് ഇല്ലേ, കണ്ണാടിയുടെ കേസിംഗാണ് ഞാൻ വെച്ചേക്കുന്നത്. ഇതിനുള്ളിൽ ബാറ്ററി ഉണ്ട്, വേറൊന്നുമല്ല, നമ്മൾ 2 യമഹയുടെ ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ബ്ലിങ്കേഴ്സ് ആണ്, ഇത് റെഡ് ലൈറ്റ്, ഇത് ബ്ലൂ ലൈറ്റ്. ഇത് മൾട്ടി കളേർഡ് ലൈറ്റ് ആണ്, അതായത് റെഡ് ബ്ലൂ. എനിക്കറിയത്തില്ല, റെഡ് ബ്ലൂ ഭയങ്കര എനിക്ക് ഇഷ്ടമാണ് ഗൈസ്, പ്രത്യേകിച്ച് ബ്ലൂ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്തേക്കുന്നത് ഇതിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ആണ്. അതായത് ഞാൻ പ്ലാസ്റ്റിക്കിന്റെ തന്നെ ടയറൊക്കെ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ടയർ ചെയ്തേക്കുന്നത് സൈക്കിൾ ട്യൂബ് വെച്ചിട്ടാണ് ഇതിന്റെ ഗ്രിപ്പ് അലൈൻമെന്റ് ചെയ്തേക്കുന്നത്. മാരക ഗ്രിപ്പാണ്, ഒരു രക്ഷയില്ല. പിന്നെ ബാക്കിലത്തെ നിങ്ങൾക്ക് അറിയാലോ, അത് ടോയ് കാറിന്റെ ടയർ തന്നെയാണ്, ബോഡിയും ടോയ് ജീപ്പിന്റെ തന്നെയാണ്. പിന്നെ ഇതിൽ ബാൾസ വുഡ് വെച്ച് അഡീഷണൽ ആയിട്ട് കുറച്ച് പീസൊക്കെ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ടോപ്പ് ബോക്സ് പറഞ്ഞു തന്നാൽ പിന്നെ നമ്മൾ എവിടെ എത്തിയെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ടോപ്പ് ബോക്സ് പിന്നെ അറ്റാച്ച് ചെയ്തേക്കുന്നത് ഒരു സ്റ്റീലിന്റെ അലൂമിനിയത്തിന്റെ ഒരു തകിട് എടുത്തിട്ട് നമ്മൾ ഹോൾ ഇട്ടിട്ട് നടുക്ക് ബാൾസ വുഡ് വെച്ച് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്തത്. ടോപ്പ് ബോക്സ് എടുത്ത് വെച്ചേക്കാം, കാരണം ടോപ്പ് ബോക്സ് ആണ് കേട്ടോ നമ്മുടെ വണ്ടിയുടെ ബാറ്ററി ഇരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിന്റെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഏറ്റവും വൃത്തിയുള്ള, വില കൂടിയ, നല്ല ക്വാളിറ്റി ഉള്ള ഒരു ടയറാണ്. അതൊന്നേ കിട്ടിയുള്ളൂ, അതാണ് നോക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ടയറാണ്. ഈ ടയർ ഒന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് ബാക്കിൽ വെച്ചത്. ഓക്കെ, പിന്നെ ഇത് ബാക്കിലൊരു ഒരു ഗിയർ മെക്കാനിസം വരുന്നുണ്ട്, ഒരു ഫ്ലൈ വീലും വരുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ. പിന്നെ വയറിംഗ് എന്ന് പറയുന്നത് സിമ്പിൾ വയറിംഗ് ആണ്. ഒരു ടോപ്പ് ലൈറ്റ് ഉണ്ട്, അതായത് ടോപ്പിൽ 2 ലൈറ്റ് ഉണ്ട്, ഇനി ലൈറ്റ്സ് വരും. പിന്നെ ബോട്ടം ലൈറ്റ് ഉണ്ട്, ഇതിന്റെ അണ്ടർഗ്രൗണ്ട് ഏരിയയിൽ ലൈറ്റ് ഉണ്ട്. അപ്പം ആ ഒരു വിഷ്വൽസ് ഞാനിപ്പോൾ കാണിക്കാൻ പോവാണ്. ഓക്കെ, നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. അപ്പോൾ ഗൈസ്, നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വെച്ച ഇതിന്റെ ലൈറ്റിങ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെയാണ് എനിക്കത് കിട്ടിയത്. നമുക്കിനി ഇതൊന്ന് കമത്തി വെക്കാനുള്ള പരിപാടി നോക്കാം. ഓക്കെ, ഞാനിതൊന്ന് കമത്തി വെക്കട്ടെ. പിന്നെ വേറെ സംഭവമുണ്ട്, അത് നിങ്ങൾ കാണണ്ട. ഓക്കെ, ഞാനിത് കമത്തി വെക്കാൻ പോവാണ്. കമത്തടും. ഓക്കെ, നമ്മളൊന്നും ഒട്ടിച്ചിട്ടില്ല. പിന്നെ ഇതിന്റെ ബേസ് ഞാൻ എങ്ങനെ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ, ഇത് കമത്തി വെച്ചപ്പോൾ ഇത് പണി കിട്ടിയല്ല. ഞാനൊരു പരിപാടി, ഞാനിതൊന്ന് നേരെ വെക്കട്ടെ. നമുക്ക് ഇത് നേരെ വെക്കുമ്പോഴാണ് ഇതിന്റെ ഒരു ഗുണം കിട്ടുന്നത്. ഓക്കെ, മതി, ഇങ്ങനെ മതി. അപ്പൊ ഇതാണ് ഇതിന്റെ ചേസ് ഗൈസ്. നിങ്ങൾ ഇതിന്റെ ചേസ് നല്ല വൃത്തിക്ക് കണ്ടേക്കുക. ഇത് ഈ കാണുന്നതാണ് ഇതിന്റെ ചേസ് കേട്ടോ. ചേസ് ചെയ്തേക്കുന്ന പ്ലാസ്റ്റിക് വുഡിലും കൂടെയാണ്. ഞാൻ കൂടുതലും പ്ലാസ്റ്റിക്കിന്റെ ബോർഡുകളും പിന്നെ പഴയ കളിപ്പാട്ടത്തിന്റെ പീസുകളൊക്കെയാണ് കൂടുതലും ഉപയോഗിച്ചിരുന്നത്. പലരും ഷോർട്ടിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കളിപ്പാട്ടം മേടിച്ച് വെച്ചേക്കുവാണോന്ന്. അപ്പം അങ്ങനെയുള്ളവര് എന്റെ ഈ വീഡിയോ കാണണം കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളവർ എന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ഞാനിവിടെ ഒരു അഡീഷണൽ ആയിട്ട് റാഡ് കൊടുത്തിട്ടുണ്ട്. ഈ റാഡ് വഴിയാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് അടിയിൽ LED കൊടുത്തേക്കുന്നത്. അടിയിൽ ബോട്ടം ലൈറ്റ് കൊടുത്തേക്കുന്ന ബ്ലൂ കളർ, നേവി ബ്ലൂ കളർ LED ആണ്. സോറി, ഓഷ്യൻ ബ്ലൂ ലൈറ്റാണ് നമ്മൾ കൊടുത്തേക്കുന്നത്.
പിന്നെ വരുമ്പോഴാണ് ഇതിന്റെ ഫ്രണ്ടിലെ സ്റ്റിയറിംഗ് സിസ്റ്റം എങ്ങനെയാന്ന് വന്നേക്കുന്നത്. ഇത് ഒരു ജീപ്പിന്റെ ആണോ കാറിന്റെ ആണോ എന്നറിയത്തില്ല, അതിന്റെ ഒരു പീസാണ്. അപ്പൊ ഇവിടെ ഞാൻ നോക്കുമ്പം സ്റ്റിയറിംഗ് വെക്കാൻ വേണ്ടിയുള്ള 2 റാഡ് കാണുന്നുണ്ട്. അപ്പൊ അത് അഡീഷണൽ ആയിട്ട് ഞാൻ പ്ലാസ്റ്റിക് കൊണ്ട് ഉരുക്കി ഞാൻ തന്നെ ഒരു റാഡ് പോലെ ആക്കി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ നിങ്ങൾ ആദ്യത്തെ വീഡിയോ ഭാഗങ്ങൾ കണ്ടാൽ അറിയാം, ഞാൻ ഡയറക്റ്റ് ആയിട്ട് ബാൾസാവുഡിൽ നിന്ന് ഒരൊറ്റ റാഡിൽ നിന്ന് ഒരൊറ്റ ആക്സിൽ നിന്നാണ് 2 ടയറും കൊടുത്തത്. അപ്പം അത് ഞാൻ മാറ്റിയിട്ട് ഇതുപോലെ സ്റ്റിയറിംഗ് സിസ്റ്റം കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇത് ചെയ്തേക്കുന്നത് കൊടക്കമ്പിയാണ് കേട്ടോ. ഇത് കൊടക്കമ്പിയാണ്. ഇപ്പൊ ഞാൻ ഇത് അഴിച്ച് കാണിച്ചു തരാം. അഴിഞ്ഞു പോകുന്നതാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് കൊടക്കമ്പിയാണ്. ഈ കൊടക്കമ്പി എന്റെ ഒരു കഷ്ണമാണ് ഞാൻ ഒരു ടയറിന്റെയും അതായത് ഹൈം ജോയിന്റ്. ഓക്കെ, ഇതിന് ഹൈം ജോയിന്റ് എന്ന് പറയും. ഹൈമിലേക്ക് കൊടുത്തേക്കുന്നത് ഹൈം ആർം എന്ന് പറയാം കേട്ടോ. ആർം ശരിക്കും പറഞ്ഞാൽ മുകളിലേക്കും താഴേക്കാണ്, പക്ഷെ ഇത് സൈഡ് വൈസ് ആണ്. അപ്പൊ ഇത് സൈഡ് ആർമാണ്. ഓക്കെ, അപ്പൊ സൈഡ് ആർമിലേക്ക് കൊടുത്തേക്കുന്നത് ആ ഒരു രീതിയിലാണ്. അതായത് ഈ ഒരു കമ്പി അങ്ങോട്ട് വലിയുമ്പം മറ്റേ ടയറും അതേ ദിശയിലേക്ക് തിരിയുന്ന രീതി. പിന്നെ ഇതാണ് ഇതിന്റെ ഫ്ലൈ വീൽ എന്ന് പറയുന്നത്. ഈ ടയർ ഞാൻ റൊട്ടേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഒരൊറ്റ റൊട്ടേഷനിൽ തന്നെ ഒരുപാട് നേരം കറങ്ങുന്ന രീതിയിലാണ് ഇതിന്റെ ഫ്ലൈ വീലും ചെയ്ത് വന്നേക്കുന്നത് കേട്ടോ. അപ്പൊ വണ്ടിയുടെ ഹൈറ്റ് ഞാൻ അല്പം കൂടെ ഉയർത്തി, കാരണം വേറൊന്നുമല്ല, നേരത്തേക്കാൾ ഉയർത്താൻ ഒരു കാരണമുണ്ട്. കാരണം ഇതിന്റെ അടിയിൽ വേറെ കുറച്ച് വലിയ വലിയ അറ്റാച്ച്മെന്റ്സ് വരുന്നുണ്ട്. ഞാൻ സർപ്രൈസ് പൊട്ടിച്ചേക്കാം, വേറൊന്നുമല്ല, ഇതാണ് ആ സർപ്രൈസ്. ഓക്കെ, ഇതൊരു സ്പീക്കറാണ്. ഞാനൊരു MP3 മൊഡ്യൂൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ MP3 മൊഡ്യൂൾ ഉടനെ ലോക്ക്ഡൌണിന് ശേഷം നമുക്ക് MP3 മൊഡ്യൂൾ നമുക്ക് അവൈലബിൾ ആവും. MP3 മൊഡ്യൂൾ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഇതിൽ മ്യൂസിക് സെറ്റ് ചെയ്യാം. മ്യൂസിക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂസിക് റിയാക്റ്റീവ് LED ലൈറ്റ് വെക്കാം. അപ്പൊ മ്യൂസിക് റിയാക്റ്റീവ് LED ലൈറ്റ് വെക്കുന്ന വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്തേക്കട്ടെ. അതായത് പാട്ടിനനുസരിച്ച് നമുക്ക് ലൈറ്റ് എത്തിക്കാൻ നടത്താം. ഓക്കെ, അപ്പൊ ഇതൊരു മാരക വണ്ടിയായിരിക്കും. അതായത് മിനിയേച്ചറിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കും ഇത്. അപ്പം അതൊക്കെയാണ് ഞാൻ കൂടുതൽ ഉദ്ദേശിക്കുന്നത്. പറ്റുമെങ്കിൽ നമുക്ക് ഇത് റിമോട്ട് കൺട്രോളൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. പിന്നെ നമ്മുടെ ആദ്യത്തെ ക്യാമറമാൻ വന്നിട്ടുണ്ട്. കുറെ നാള് കൂടി വന്നതാണ് കേട്ടോ. ഇവിടെ ഒരു ഹായ് പറഞ്ഞു തരും കേട്ടോ. ഓക്കെ, ഇല്ല, ജന്മദിനം ചെയ്ത് ഞാൻ കട്ട് ചെയ്തില്ല. ഓക്കെ, അപ്പൊ ഇത്രയും വർക്കുകളാണ് കേട്ടോ ഞാൻ ചെയ്തു വെച്ചേക്കുന്നത്. വർക്കുകൾ ഞാൻ ചെയ്തു വെച്ചേക്കുന്നത്. അപ്പൊ ഇനി ലൈറ്റ്സ് എനിക്ക് ആഡ് ചെയ്യാനുണ്ട്. പിന്നെ നമ്മുടെ ടയർ കുറച്ചുകൂടെ കസ്റ്റമൈസ് ചെയ്യാനുണ്ട്. അപ്പം ലോക്ക്ഡൌൺ ആയത് കാരണമാണ് സാധനങ്ങളൊന്നും കിട്ടാനില്ല. കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് റെഡിയാക്കാം കേട്ടോ. പിന്നെ ഞാൻ ഈ ബാക്കിൽ ഈ ടയർ വെച്ചേക്കുന്നത് നമ്മുടെ സ്കെച്ച് പേനയുടെ ക്യാപ്പും ആണിയും വെച്ചിട്ടാണ് കേട്ടോ. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പറ്റുമെങ്കിൽ നമുക്കൊരു റിമോട്ട് കൺട്രോൾ പുറത്തേക്കങ്ങ് ഇടാം. അതായത് വയേർഡ് റിമോട്ട് ഇടാം. നമുക്ക് പുറത്തുനിന്ന് തന്നെ ലൈറ്റ്സ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പാകത്തിന്, അല്ല ഇതിൽ തന്നെ വെക്കാം. ഞാൻ അങ്ങനത്തെ ഒരു സംഭവം ഞാൻ ആലോചിക്കുന്നുണ്ട്. അതാകുമ്പോൾ നമുക്ക് വലിയ ബാറ്ററി ഒക്കെ കൊടുക്കാം, ഒരുപാട് ലൈറ്റ്സും കണക്ട് ചെയ്യാം. ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ അതാ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടതാ ഇതിന്റെ ഈ സ്റ്റിയറിംഗ് സിസ്റ്റം ആണ്. കണ്ടില്ലേ, വല്ലാത്തൊരു എടുപ്പാണ് കേട്ടോ, ഒന്നും പറയാനില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ കുറച്ച് ഷോട്ടും കണ്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇവിടെ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. ഒന്നും പോയി ഒരു രക്ഷയില്ല കേട്ടോ. നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പം വളരെ ലെങ്ത് കുറഞ്ഞൊരു വീഡിയോ ആണ്. ഞാൻ ഇത്ര വർക്കൊക്കെ ചെയ്തിട്ടുള്ളൂ. സമയം കിട്ടുവാണെങ്കിൽ നമുക്ക് ഇതുവരെ കാണാത്ത രീതിയിൽ കിട്ടുന്ന ഐറ്റംസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഒരു പോസ്റ്റ് അപ്പോകലിപ്റ്റിക് മോൺസ്റ്റർ താർ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം തുടർന്നുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുവാനായിട്ട് വില്ലേജ് ജീനിയസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തായിട്ട് ഉറപ്പിക്കുന്നു. തുടർന്ന് ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ വില്ലേജ് ജീനിയസ് സൈനിങ് ഔട്ട്.